ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ കയ്യിൽ അവസാനം SSLC +2 അതുപോലെ തന്നെ +1 സർട്ടിഫിക്കറ്റ് കിട്ടാനല്ലേ, ആ ഒരു മൊമെന്റിന് വേണ്ടിയല്ല. അത് ഫുൾ A+ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മറ്റൊരു മാർക്കായിരിക്കാം. ഓക്കെ, അതെങ്ങനെയായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് കണ്ടിട്ടുണ്ടാകും, പക്ഷെ പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. സോ +2 സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റും ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്? ജസ്റ്റ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ് റിവാർഡായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിനാണ് വീഡിയോ. സോ നോക്കാം. എന്തായാലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന SSLC സർട്ടിഫിക്കറ്റ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് പ്രൂഫാണ്, അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫാണ്. നമ്മൾ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ സ്കോളർഷിപ്പിനായിക്കോട്ടെ, അഡ്മിഷൻ ആയിക്കോട്ടെ, ഇനി കോളേജൊക്കെ കഴിഞ്ഞ് പല ആവശ്യങ്ങൾ, പാസ്പോർട്ടും പല കാര്യങ്ങളും വരുമ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നതാണ് SSLC. ദെൻ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും സ്കോളർഷിപ്പിനും എൻട്രൻസിനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് +2-നുമാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ പോകുന്നത് നമ്മുടെ പരീക്ഷാ ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കും. നിലവിലെ സെക്രട്ടറിയാണ് അവസാനത്തെ ഒപ്പ് വരുന്നത്. ദെൻ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്, അതായത് മെയ് 8-ാം തീയതിയാണല്ലോ ഇത്തവണ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്, അതിന്റെ വരും. എന്നിട്ട് ഗ്രേസ് മാർക്ക് അവാർഡഡ് ആണോ അല്ലേ എന്ന് വരും. ഇതൊക്കെ ഞാൻ അല്ലാതാണ് പറയുന്നത്. ദെൻ എലിജിബിൾ ഓഫ് ഹയർ സ്റ്റഡീസ്, നിങ്ങളുടെ എല്ലാ പരീക്ഷയ്ക്കും വിജയിച്ചിട്ടുണ്ടെങ്കിൽ എലിജിബിൾ എന്ന് തന്നെ വരും. എന്നിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ ഒപ്പം സീലും ഉണ്ടാകും. ദെൻ എന്താണ് നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, അതായത് നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് മറകളൊക്കെ നിങ്ങൾ എഴുതില്ല, അത് തീർച്ചയായിട്ടും 1-2 മാർക്ക് വരും. ദെൻ നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഉൾപ്പെടെ വരും. അതിന്റെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നെയിം ഓഫ് കാൻഡിഡേറ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിരിക്കും, സ്കൂളിന്റെ പേരും അഡ്മിഷൻ നമ്പറും കൊടുത്തിരിക്കും. ദെൻ റിലീജിയൻ, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, മദർ, ഫാദർ, ഗാർഡിയൻ ആൻഡ് ഹോം അഡ്രസ്. സോ മെയിൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഫുൾ A+ ആയിക്കോട്ടെ മറ്റു മാർക്ക് ആയിക്കോട്ടെ, 3 കോളങ്ങളിലേക്കാണ് കൊടുക്കുന്നത്. ഒന്ന് സബ്ജക്ട്, ദെൻ ഗ്രേഡ്സ് ആൻഡ് വേർഡ്സ്. സോ ഈ സബ്ജക്റ്റിൽ തന്നെ എടുത്തു പറയേണ്ടത് റേഞ്ച് ഓഫ് ഗ്രേഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ വായിക്കാം. A+ എന്ന് പറയുന്നത് 90% എബോവ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് A+ എന്ന് പറയുന്നത്. അവർ എക്സലന്റ് എന്നാണ് പറയുന്നത്. B+ ഈസ് വെരി ഗുഡ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് ആവറേജ്. ദെൻ B ഇറ്റ്സ് എ ഗുഡ്. C+ എന്ന് പറയുന്നത് 50% to 59% ആണ്, എബോവ് ആവറേജ് ആണ്. C ആവറേജ് ആണ്. D+ എന്ന് പറയുന്നത് മാർജിനൽ ആണ്, ജസ്റ്റ് പാസ് എന്ന് പറയാം. D നീഡ് ഇംപ്രൂവ്മെന്റ് ആണ്. E എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ തോറ്റു എന്ന രീതിയിലാണ്. സോ നീഡ് ഇംപ്രൂവ്മെന്റ് ബിലോ 20% ആണ്. ഇതിൽ ബിലോ 30% വന്നാൽ തന്നെ എന്താണ്, ഇറ്റ്സ് ഫെയിൽഡ് ആണ്. സോ അറ്റ്ലീസ്റ്റ് D+ വേണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ക്രൈറ്റീരിയ ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നത്. സോ ഇതാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന സാധനം. ഇനി മറ്റൊരു വീഡിയോയിൽ നമ്മൾ +2 ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.